തിരുവനന്തപുരം പാലോട് ശാസ്താനടയിൽ വന്യമൃഗ ആക്രമണം ഗുരുതരമായി തുടരുകയാണ്. കാട്ടാന ആക്രമണം തുടർക്കഥയായതോടെ ഗ്രാമം തന്നെ ഉപേക്ഷിച്ചു പോകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. പ്രായമായവരെയും രോഗികളെയും ഒക്കെ തോളിൽ ചുമന്ന് ഗ്രാമത്തിന് പുറത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ. പുനരധിവാസത്തിന് സർക്കാർ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൊച്ചു മരിച്ച സമയത്ത് ഇവിടെ പത്രക്കാരും വേണ്ടപ്പെട്ട അധികാരികളും ഒരുപാട് പേര് ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് സഹായങ്ങളും പറഞ്ഞിരുന്നു. അതിനുശേഷം ഇതുവരെ ആരും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ അമ്മച്ചി മാത്രമാണുള്ളത്. അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അവർക്ക് ഒരു ജോലിക്കോ കൂലിക്കോ ഒന്നിനും പോകാൻ പറ്റാത്ത ഈ ഒരു മോൻ്റെ വരുമാനത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരെ ഇല്ലാതായപ്പോഴത്തേക്കും അമ്മച്ചി ആകെ ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും സർക്കാർ അറിഞ്ഞെന്തെങ്കിലും അവരെ സഹായിച്ചാൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഒന്നും കിട്ടിയിട്ടില്ല. അന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ടും ഒന്നും ആയില്ല. അവർ അന്ന് വന്ന് പോയതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ അടുത്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്നെയും എൻ്റെ ചേട്ടനെയും എൻ്റെ അച്ഛമ്മേനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ധനസഹായം ഉണ്ട്, നിങ്ങൾ ഇത്ര സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, FIR-ൻ്റെ കോപ്പി, പിന്നെ ഈ വന്യജീവി ആക്രമണം മൂലം മരണപ്പെട്ടു എന്നുള്ള സർട്ടിഫിക്കറ്റ്. ബാക്കി രണ്ടും ഞാൻ എടുത്തു. ഈ ഫോറസ്റ്റിൽ നിന്നുള്ള ഈ സർട്ടിഫിക്കറ്റ് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. തരാമെന്നാണ് സാറ് പറയുന്നത്. 2 പ്രാവശ്യം അവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ അന്ന് മരണപ്പെട്ടതിനുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇത് വെച്ച് അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുള്ള ഇതിലായിട്ട് നിൽക്കുകയാണ്. അന്ന് തന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കൊണ്ട് അപേക്ഷ കൊടുക്കാമായിരുന്നു. ഗോകുൽനാഥാണ് ചേരുന്നത്. ഗോകുൽ, ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ പേടിച്ച് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണല്ലേ അവർ? വിനിത, തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിലെ പാലോട്, അതേപോലെ തന്നെ മടത്തറ, ശാസ്താനട എന്നീ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളൊക്കെ നിരന്തരമായി കാട്ടാന ആക്രമണം, അതുപോലെ തന്നെ കരടി ആക്രമണത്തിലൊക്കെ പേരുകേട്ട പ്രദേശങ്ങളാണ്. ഇവിടെ നിന്നുള്ളൊരു വാർത്തയാണ്. 2025-ലാണ് പാലോട് മടത്തറ ശാസ്താനട സ്വദേശിയായിട്ടുള്ള ബാബുവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത്. തുടർന്ന് വനം വകുപ്പ് ഒരുപാട് ഓഫറുകളൊക്കെ ഇവർക്ക് ചെയ്തിരുന്നു. എന്തായാലും അതിവേഗം തന്നെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും ഇതൊക്കെ ചുവപ്പ് നാടയിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പാലോട് ശാസ്താനടയിലെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. എന്തായാലും 2025-ന് മുൻപ് തന്നെ പലപ്പോഴായി ഈ കാട്ടാന ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ശാസ്താനട. മുൻപ് ഇതൊരു വനഗ്രാമമായിരുന്നു. അവിടെ വനവാസികളായ ഒരുപാട് പേർ തിങ്ങിപ്പാർത്തിരുന്ന ഒരിടമാണ്. 7 ചതുപ്പുകൾ, അതായത് ചതുപ്പുകളെന്ന് ഈ ആദിവാസി ഭാഷയിൽ പറയുമ്പോൾ ഏകദേശം 7ഓളം ഗ്രാമങ്ങളാണ്. അത്തരത്തിൽ 7ഓളം ഊരുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരു ഗ്രാമമായി മാത്രം മാറിയ ഒരു കഥ കൂടി ഈ ശാസ്താനട എന്ന പ്രദേശത്തിന് പറയാനുണ്ട്. കാരണം അത്രത്തോളം തന്നെ ഈ കാട്ടാന ആക്രമണം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ആളുകൾ ഈ പ്രദേശം വിട്ടുകൊണ്ട് പ്രദേശത്ത് നിന്ന് മാറിപ്പാർക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഒരു വഴി പോലും കാട് മൂടിയ അവസ്ഥയാണ്. അങ്ങനെ പ്രായമായ ആളുകളെ പോലും പലപ്പോഴും ഈ തലച്ചുമടായി അല്ലെങ്കിൽ തോളിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട ഒരു ഗതികളുണ്ട്. എന്തായാലും വനം വകുപ്പിനോട് ഇവർക്ക് പറയാനുള്ള പ്രധാന കാര്യം, അല്ലെങ്കിൽ സർക്കാരിനോട് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ഈ വനഭൂമി ഉപേക്ഷിച്ച് പോകാൻ ഈ 7 ഗ്രാമങ്ങളിലെയും പ്രദേശവാസികൾ തയ്യാറാണ്. പലപ്പോഴായി വനംവകുപ്പ് ഇത്തരത്തിൽ പുനരധിവാസം സാധ്യമാകുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും ചില ഫോമുകളൊക്കെ ഒപ്പിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. മുൻപും പലപ്പോഴായി പ്രദേശവാസികളെ പുനരധിവസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പുനരധിവാസം സാധ്യമെങ്കിൽ ഈ പ്രദേശം വിട്ടുപോകാൻ തയ്യാറാണെന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് അടക്കം നൽകാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. ആ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ ഈ പ്രദേശം ഉറപ്പാക്കേണ്ടതാണ്. വന്യമൃഗ ഭീതിയിലാണ് ഒരു നാട് എന്നതാണ്. ഗോകുൽനാഥ് അവിടെ എത്തി അവിടെയുള്ളവരുമായി സംസാരിച്ച ശേഷമാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നിരവധി പേരാണ് അവിടെ നിന്ന് പലായനം ചെയ്യുന്നത്.